ഹായ് ഹലോ നമസ്കാരം. ഞാൻ ബിഗ് ബോസ് സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് കേട്ടോ. ബിഗ് ബോസിൻ്റെ തമിഴും മലയാളവുമാണ് ഞാൻ കാണാറ്. അപ്പോൾ ബിഗ് ബോസിൻ്റെ ഏകദേശം എല്ലാ സീസൺസും ഞാൻ കണ്ടിട്ടുണ്ട് മലയാളം. അപ്പോൾ ആ സമയത്ത് ഞാനിപ്പോൾ ഈ സീസൺ 7 നടക്കുന്നത് ഞാൻ സ്ഥിരമായിട്ട് ഞാൻ കാണുന്ന ഒരാളാണ് എല്ലാ ദിവസവും. അപ്പോൾ പൊതുവേ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഈ സീസണിലെ കണ്ടസ്റ്റൻസിന് എല്ലാവരെയും ഞാൻ പറയുന്നില്ല, പക്ഷെ ചില ആൾക്കാർക്ക് ഇതിൻ്റെ ഹോസ്റ്റായ ശ്രീ മോഹൻലാൽ സാറിനെ റെസ്പെക്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതായത് ഇപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിനോട് തിരിച്ച് ഇവർ കൊടുക്കുന്ന ഒരു റെസ്പോൺസോ കാര്യങ്ങളോ അങ്ങനത്തെ കുറച്ച് റിപ്ലൈസ് കൊടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് നമുക്ക് ആ ഒരു റെസ്പെക്റ്റ് ഇല്ലാണ്ട് പെട്ടെന്ന് നമ്മൾ ഏതൊരാളോട് സംസാരിക്കുന്ന പോലെ പെട്ടെന്ന് എടുത്തടിച്ച പോലത്തെ ഒരു മറുപടി കൊടുക്കുന്ന അങ്ങനത്തെ രീതിയിലൊക്കെ സംസാരിക്കുന്നതായിട്ട് ഞാനിങ്ങനെ കണ്ടു. എസ്പെഷ്യലി ഈ കഴിഞ്ഞ സാറ്റർഡേ സൺഡേ എപ്പിസോഡ് ഞാൻ കണ്ടപ്പോഴത്തേക്കും അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രകടമാവുന്നുണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തെ പോലൊരു വലിയ മനുഷ്യൻ, ഒരുപാട് കോടിക്കണക്കിന് ആൾക്കാർക്ക് അദ്ദേഹത്തിനെ കാണണം, മിണ്ടണം എന്നൊക്കെ ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ ഈ ബിഗ് ബോസിൽ വരുന്ന കണ്ടസ്റ്റൻസിന് അദ്ദേഹത്തെ വീക്ക്ലി കണ്ട് സംസാരിക്കാനുള്ള ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം വന്ന് സംസാരിക്കുന്ന സമയത്ത് അവരുടെ സൈഡിൽ നിന്ന് ചില ആൾക്കാരെ ഞാൻ പറയുന്നു, ഒരുപാട് എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ചില ആൾക്കാർ ഇങ്ങനെ ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന് ഒരു വിലയില്ലാത്ത പോലത്തെ രീതിയിൽ ബിഹേവ് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ സംസാരിക്കുന്ന പോലെയോ ചില ഫേഷ്യൽ എക്സ്പ്രഷൻസ് വരുന്ന പോലെയോ അങ്ങനെയൊക്കെ എനിക്ക് അത് കണ്ടപ്പം ഒരു മാതിരി എനിക്ക് തോന്നി. ഇങ്ങനെയാണോ ഒരു ഹോസ്റ്റിനോട് നമ്മൾ സംസാരിക്കേണ്ടത്? അങ്ങനെ അദ്ദേഹം എത്രയോ വലിയൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് നമ്മൾ സംസാരിക്കുമ്പം നമ്മൾ കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് ഇല്ലേ? അപ്പോൾ അത് കണ്ടസ്റ്റൻസ് മറന്നു പോകുന്നു എന്നെനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ പൊതുവേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ബിഗ് ബോസിനെ പറ്റിയിട്ടോ ഒന്നും ഞാൻ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലോ ഒന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ ഇതിനെപ്പറ്റി ഒന്നും കമൻറ്റ് ചെയ്യുന്ന ഒരാളല്ല. അവിടുത്തെ കണ്ടസ്റ്റൻസ് അവരുടെ ഗെയിം പ്ലാൻ അതെന്തും ആയിക്കോട്ടെ, അത് നമുക്ക് കമൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ അവരവരുടെ പേഴ്സണൽ കാര്യങ്ങൾ. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു റെസ്പെക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ തിരിച്ച് സംസാരിക്കുന്ന രീതി, ഒരു സീരിയസ് മാറ്റർ പറയുമ്പോൾ അതിനെ ഇങ്ങനെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻസ് കൊടുക്കുന്നത് അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്കും വല്ലാണ്ട് തോന്നും. കാരണം നമ്മൾ ഒരുപാട് ആരാധിക്കുന്ന ഒരു മനുഷ്യൻ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് ആ മനുഷ്യന് ഒരു വിലയില്ലാത്ത പോലത്തെ രീതിയിലാണോ ഇങ്ങനെ കാണിക്കുന്നത് എന്ന് ഫീൽ ചെയ്തു. അപ്പോൾ എനിക്കത് അഡ്രസ്സ് ചെയ്യണം തോന്നി ഈ ഒരു മാറ്റർ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കാര്യത്തെപ്പറ്റി ഞാൻ ഇമ്മീഡിയറ്റ്ലി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞാൻ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുമോ ഒന്നുമല്ല. ബട്ട് സാറ്റർഡേ സൺഡേ ആ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി എനിക്കിതിനെപ്പറ്റി എനിക്ക് ഒരു വീഡിയോ ചെയ്ത് എനിക്ക് സംസാരിക്കണം എന്ന് തന്നെ എനിക്ക് തോന്നി. അതിലെ കണ്ടസ്റ്റൻസോ അങ്ങനത്തെ അവരുടെ ഗെയിം പ്ലാൻസ് അതൊന്നും മാറ്ററേ അല്ല. പക്ഷേ ഇതെനിക്ക് സംസാരിക്കണം എന്ന് തോന്നി, അതുകൊണ്ടാണ്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.